Assalamu alaikum. Today we are going to deal with our core paper Language and Linguistics. So, what do you know about language and linguistics? What is language? നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മളെ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് isn't it? How language is connected or interconnected to culture and how language shape theory, history and it's related to class, caste, gender, race, etc. All that. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് നമ്മൾ ഈ ഒരു സെമ്മിൽ ഈ ഒരു പേപ്പറിൽ ഡീൽ ചെയ്യുന്നത് ഇൻ ദിസ് പേപ്പർ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. So I begin with third module, phonetics and phonology. The first and second chapter will be dealt by Hafsat Ustada and fourth one Zainab Ustada. I am dealing with third module, so phonetics and phonology. What do you don't know? Phonetics and phonology? You have studied or you have learned certain symbols, transcriptions in your first sem paper transaction, isn't it? So what is phonetics or phonology? നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അറിയേണ്ടത് അതിലൊരുപാട് ശബ്ദങ്ങളുണ്ട്, അതിൻ്റെ ബേസിക് ലെവലൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ശബ്ദം നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ശബ്ദം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, എങ്ങനെയാണ് ഈ ഒരു ശബ്ദം മറ്റൊരാൾ റിസീവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കൂ. നമ്മളൊരു സൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫൊണറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഫൊണീംസ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഈ വവൽ സൗണ്ട്സ് ആണ് കൺസണൻറ്റ് സൗണ്ട്സ് ഒക്കെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് സൗണ്ട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ് അല്ലേ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ആണ്. എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് സൗണ്ട് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക്, എങ്ങനെയായിരിക്കും അത് റിസീവറിലേക്ക് ഒരു സൗണ്ടായിട്ട് എത്തുന്നത്. അപ്പോൾ അതൊരു ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം എങ്ങനെയാണ്, വളരെ ഡിഫറെൻ്റ് ആണ്. അത് വളരെ അത്ഭുതമുള്ളൊരു മെക്കാനിസമാണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ, ഈസ് എ വെർബൽ ഓർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഒരുപാട് ശാസ്ത്രീയതയുണ്ട് അല്ലേ. ഇതൊരു പ്രോസസ്സിലൂടെയാണ് ഈ ഒരു കാര്യം നടക്കുന്നത് അല്ലെങ്കിൽ ഒരു മെക്കാനിസം നടക്കുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ അതൊരു മീഡിയം വഴി മറ്റൊരാൾ റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഫോണറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായി ഇതിനെ നോക്കിക്കാണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പഠന രീതി അല്ലെങ്കിൽ ഫൊണറ്റിക്സ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി നോക്കിക്കാണുന്നതിൻ്റെ ഒരു പഠന രീതിയാണ്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ഫൊണറ്റിക്സ്? The word phone means sound and tics means scientific or systematic study of something. So we can say that phonetics means scientific or systematic study of human speech sound. Phonetics in general study of all human speech sound and how they are received, how they are transmitted and how they are produced. അപ്പോൾ ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫോൺ എന്നതിൻ്റെ മീനിങ് സൗണ്ട് എന്നാണ്. Tics means scientific or systematic. So we can say that phonetics means scientific or a systematic study of human speech sound. അപ്പോൾ ഹ്യൂമൻ സ്പീച്ച് സൗണ്ടിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കോ അല്ലെങ്കിൽ സയൻറ്റിഫിക്കോ ആയിട്ടുള്ള സ്റ്റഡിയാണ് എന്ത് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ജനറലി പറയുകയാണെങ്കിൽ ഓൾ ഹ്യൂമൻ ബീയിങ് സ്പീച്ച് സൗണ്ട്, ഹൗ ദി ആർ പ്രൊഡ്യൂസ്ഡ്, ഹൗ ദി ആർ ട്രാൻസ്മിറ്റഡ് ആൻഡ് ഹൗ ദി ആർ റിസീവ്ഡ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങൾ കൂടെ അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം കൂടെ ഫോണറ്റിക്സിൽ വരുന്നുണ്ട്. സോ ദേ ആർ 3 സ്റ്റേജസ് ഇൻവോൾവ് ഇൻ അല്ലേ, 3 സ്റ്റേജസ് ഈ ഒരു ഫോണറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ ഓഫ് ദി സൗണ്ട്, സെക്കൻഡ് ഈസ് ട്രാൻസ്മിഷൻ, തേർഡ് അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ഈസ് റിസെപ്ഷൻ ടു റിസീവ് ബൈ ദ റിസീവർ, isn't it? So there will be a producer, sender and receiver. അപ്പോൾ ഇത് മൂന്നിനെയും പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസെപ്ഷൻ വി ഹാവ് 3 ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഫോണറ്റിക്സ്. നമുക്ക് 3 ബ്രാഞ്ചസ് ഉണ്ട് ഫോണറ്റിക്സിൽ. ഫോണറ്റിക്സ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ്, isn't it? സോ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വി പ്രൊഡ്യൂസ് ഇറ്റ് or we articulate it. So that particular branch of study is only called production of speech sound. So it is called articulatory phonetics, isn't it? So articulatory phonetics means it is concerned with the position of movements of the lips, tongue and other speech organs in producing speech. It analyzes how the various speech sounds are articulated by vocal organs.
അപ്പം നമ്മൾ എങ്ങനെയാണ് ലിപ്സ് ടങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്പീച്ച് ഓർഗൻസ് വഴി എങ്ങനെയാണ് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതാണ് ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ്. നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വോക്കൽ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്പീച്ച് സൗണ്ട്സ് എങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ബ്രാഞ്ചാണ് ഓഡിറ്ററി ഫോണറ്റിക്സ്. ഹൗ സൗണ്ട്സ് ആർ റിസീവ്ഡ് അല്ലേ? റിസപ്ഷൻ ഓഫ് സൗണ്ട്, ഇറ്റ് റിസീവ് ദ റിസീവർ ഇയർ ലൈക്ക് ഓഡിയോ. സോ ഇറ്റ് ഈസ് കോൾഡ് ഓഡിറ്ററി ഫോണറ്റിക്സ്. Auditory phonetics is the study of hearing and the perception of speech sounds. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഓഡിറ്ററി ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പഠനമാണ് ഇതിൻ്റെ ഹിയറിംഗ് ആൻഡ് ദ പെർസെപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ കേൾവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സംഭാഷണങ്ങളെക്കുറിച്ചും ശബ്ദങ്ങളെക്കുറിച്ചോ ഒക്കെ ഉള്ളൊരു പഠനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുന്നതാണ് ഓഡിറ്ററി ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് acoustic phonetics. How sounds are transmitted. ഇപ്പോൾ acoustic phonetics എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്സ്. സൗണ്ട്സ് ഈസ് ട്രാൻസ്മിറ്റ് ഓർ ഫ്ലോയിങ്. സോ ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്, ഇറ്റ് ഈസ് കോൾഡ് acoustic phonetics. ഹിയർ സ്പീച്ച് സൗണ്ട്സ് ഇൻ കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് വേവ്സ്. ഇതൊരു ഫ്ലോയിങ് ആണ് അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ അക്കൗസ്റ്റിക് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ദിസ് ബ്രാഞ്ച് ഓഫ് ഫോണറ്റിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ട് വേവ്സ്. ഇറ്റ് സ്റ്റഡീസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ മൗത്ത് ആൻഡ് ഇയർ. അപ്പോൾ ഫോണറ്റിക്സിലെ ഒരു ബ്രാഞ്ചായിട്ട് ഉള്ള ഈ ഒരു അക്കൗസ്റ്റിക് ഫോണറ്റിക്സ് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സിനെ അല്ലെങ്കിൽ സ്പീച്ച് സൗണ്ട്സിനെ കൺവേർട്ട് ചെയ്യണം ഇങ്ങനെ സൗണ്ട് വേവ്സ് ആയിട്ട്. ആൻഡ് ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ മൗത്ത് ആൻഡ് ഇയർ. അപ്പോൾ മൗത്തും ഇയറും അതിൻ്റെ ഇടയിൽ പകരുന്ന ഈ ഒരു സംഭാഷണങ്ങളെ അല്ലെങ്കിൽ ശബ്ദങ്ങളുടെ ഭൗതിക സവിശേഷതകളെയാണ് പഠിക്കുന്നതാണ് എന്ത് അക്കൗസ്റ്റിക് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ്, phonology. Phonology is a broader study of major speech sounds and their organization in a particular language. Phonology is a study of sound system of particular human languages include dialect and other language varieties. ഇപ്പോൾ ഫോണോളജി എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റഡിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭാഷയിലെ പ്രധാന സ്പീച്ച് സൗണ്ട്സിനെയും അവയുടെ ഓർഗനൈസേഷനെ കുറിച്ചുള്ള വിശാലമായിട്ടുള്ള പഠനമാണ് എന്ത് ഫോണോളജി. അതുപോലെ തന്നെ ഫോണോളജി ഇസ് എ സ്റ്റഡി ഓഫ് സൗണ്ട് സിസ്റ്റം പെർട്ടിക്കുലർ ഹ്യൂമൻ ലാംഗ്വേജ് ഇൻക്ലൂഡ് ഡയലക്റ്റ് ആൻഡ് അതർ ലാംഗ്വേജ് വെറൈറ്റീസ്. അതുപോലെ തന്നെ ലാംഗ്വേജ് വെറൈറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമൻ ലാംഗ്വേജിനെ കുറിച്ചുള്ളൊരു സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സൗണ്ട് സിസ്റ്റം ഓഫ് പെർട്ടിക്കുലർ ഹ്യൂമൻ ലാംഗ്വേജ്. അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ആ ഒരു സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഫോണോളജി. അതിലെന്തുണ്ട്? ഇൻക്ലൂഡ് ഡയലക്ട്സ്, നമ്മൾ ഡയലക്ട്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് വെറൈറ്റീസ് ആയിട്ട് രജിസ്റ്റർ, ജാഗറ്റൊക്കെ, ഇതൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് ഹ്യൂമൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ഡയലക്ട്സും വെറൈറ്റീസും പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൗണ്ട് സിസ്റ്റം ഓഫ് എ പെർട്ടിക്കുലർ ഹ്യൂമൻ ലാംഗ്വേജ്. ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ സൗണ്ട് സിസ്റ്റം പഠിക്കുന്നത് എന്താണ്? ഫോണോളജിയാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഡയലക്ട്സോ അല്ലെങ്കിൽ അത് ലാംഗ്വേജ് വെറൈറ്റീസ് ഒക്കെ. അപ്പോൾ ഫോണോളജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ബ്രോഡർ സ്റ്റഡി ഓഫ് എ മേജർ സ്പീച്ച് സൗണ്ട് ദ ഓർഗനൈസേഷൻ ഇൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഒരു പ്രത്യേക ഭാഷയിലെ പ്രധാന സ്പീച്ച് സൗണ്ട്സിനെയും അവയുടെ ഓർഗനൈസേഷനെയും കുറിച്ചുള്ള പഠനമാണ് ഫോണോളജി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി. The difference between phonetics and phonology is that of generally and particularly. Phonetics. Phonetics deals with production, transmission and reception of all human speech sound in a general with no particular reference in any language. അല്ലേ? ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ട്രാൻസ്മിഷനോ പ്രൊഡക്ഷനോ റിസപ്ഷനോ ആയിട്ടുള്ള ഹ്യൂമൻ സ്പീച്ച് സൗണ്ടാണ്. ഫോണോളജി എന്ന് പറഞ്ഞാൽ അത് ഡീൽ ചെയ്യുന്നത്, ഫോണോളജി ഡീൽസ് വിത്ത് ദ വേസ് ഓഫ് സൗണ്ട്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ സബ് കാറ്റഗറി ഓഫ് ഫോണറ്റിക്സ്. ഫോണറ്റിക്സിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ് ഫോണോളജി. അതിന് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ എന്താണ് സൗണ്ട്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലൂടെ നമ്മൾ സൗണ്ട്സിനെ അത് ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഫോണോളജി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വൈ ദ സ്റ്റഡി ഓഫ് ഫോണറ്റിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. A knowledge of phonetics is much for a learner of the English language. This knowledge enables him or her to give a true description of sounds of English and how they are made.
Second, to point out the mistakes in learners' pronunciation and helps them learn and correct form. Third, to differentiate sounds of English from those of the mother tongue. ഇവിടെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ് സൗണ്ടിനെ കുറിച്ചും അവയെ എങ്ങനെ മെയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നിർമ്മിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു അറിവ് നൽകുന്നുണ്ട് അല്ലേ. സെക്കൻഡ്, ടു പോയിന്റ് ഔട്ട് ദി മിസ്റ്റേക്സ് ഓഫ് ലേണേഴ്സ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ഹെൽപ്പ് ദം ലേൺ ടു കറക്റ്റ് ഫോം. ഇപ്പോൾ പ്രൊനൗൺസിയേഷനെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അവിടെ വരുത്തുന്ന മിസ്റ്റേക്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഫോണറ്റിക്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ അമേരിക്കൻ്റെ സ്ലാങ് ഒക്കെ വളരെ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ അവർ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ പല വേർഡ്സും പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ ഫോണറ്റിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. Then third one, to differentiate sounds in English from those mother tongue. മദർ ടങ്ങിൽ നിന്ന് നമ്മുടെ ലാംഗ്വേജിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫോണറ്റിക്സ് യൂസ് ചെയ്തിട്ട്. നമ്മൾ മദർ ടങ്ങിൽ യൂസ് ചെയ്യുന്ന ഫോണീംസും അതുപോലെ തന്നെ നമ്മൾ കൺസണന്റ് സൗണ്ടും ഇംഗ്ലീഷിലെ ഫോണീംസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ ആ, ഈ, ഊ, ആ ഈ 2 വേരിയേഷൻസേ വരുന്നുള്ളൂ. പക്ഷേ നമ്മളതിന് വവൽ സൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം വേരിയേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫ്തോങ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോണറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Phonemes. A phoneme is a unit of sound in speech. A phoneme doesn't have any inherent meaning by itself. But when put phonemes together, they can make words. Think of when adults try to get a baby to say his or her first word. They often coax him or had to sound out beginning of a word by repeating that sound or phoneme over and over by saying something like m, m, m for mummy. The m sound, often written as m, is an example of a phoneme. ഇപ്പോൾ phoneme എന്ന് പറഞ്ഞാൽ ഒരു സ്പീച്ച് സൗണ്ടാണ് അല്ലേ, യൂണിറ്റ് ഓഫ് സൗണ്ട് ഓഫ് സ്പീച്ച്. ഒരു ഫൊണീം മാത്രമാണെങ്കിൽ അതിനെന്തുണ്ടാവില്ല, മ അല്ലെങ്കിൽ സ്, ട്, പ് എന്ന് പറയുമ്പോൾ അതിനൊരു മീനിങ് ഇല്ല. ആ ഫൊണീംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫൊണീംസിനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അതൊരു വേർഡായിട്ട് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ ആദ്യം തന്നെ അവരെ സ്നേഹിച്ച് അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ അമ്മമാരൊക്കെ അവർക്ക് ഫസ്റ്റ് വേർഡ് അവരെ ഫസ്റ്റ് വിളിക്കുന്നത് എന്താണ്, അമ്മ അല്ലെങ്കിൽ മമ്മി എന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു വേർഡിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സൗണ്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ഫൊണീംസ് ആണ് ആദ്യം അവരെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെടുക്കും അല്ലേ. മ മ മ മമ്മി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫൊണീം എന്ന് പറയുന്നത്. അപ്പം മ എന്നുള്ളത് അല്ലേ, ഇതാണ് എന്ത്, ഒരു ഫൊണീമിന് എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരു മ എന്നുള്ള ലെറ്റേഴ്സ് നമ്മൾ ആദ്യം കുട്ടികളെ ലാളിച്ചു അല്ലെങ്കിൽ ആ ഒരു സൗണ്ടാണ് കുട്ടികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിച്ചു കൊടുക്കുന്നത്. ആ ഒരു ഫൊണീം സൗണ്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫൊണീം അല്ലെങ്കിൽ ആ സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പിന്നെ വേർഡായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല, അവരിങ്ങനെ കേട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ സൗണ്ട് കേട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മ അല്ലെങ്കിൽ ട്, പ്, ഡ്, ക ഇതൊക്കെ എന്താണ്, ഫൊണീംസിനൊരു എക്സാമ്പിളാണ്. Next we want to learn speech mechanism, organs of speech. Then we want to learn the classification of sounds or phonemes. അപ്പോൾ ഇതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് സ്പീച്ച് മെക്കാനിസം. അതിൽ എയർ സ്ട്രീം മെക്കാനിസമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.